നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ജഡ്ജിക്ക് ഭീഷണി. SDPI ഗ്രാമപഞ്ചായത്ത് അംഗം ഉൾപ്പെടെ 4 പേർ അറസ്റ്റിലായി. OBC മോർച്ച സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ ശിക്ഷ വിധിച്ച ജഡ്ജിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഭീഷണി മുഴക്കിയ സംഭവത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗമടക്കം 4 പേർ അറസ്റ്റിലായി. മണ്ണഞ്ചേരി പഞ്ചായത്ത് 5-ാം വാർഡ് SDPI അംഗം തേവരംശ്ശേരി നവാസ് നൈന, മണ്ണഞ്ചേരി പഞ്ചായത്ത് 19-ാം വാർഡ് കൂവളത്തുവെളി നസീർ മോൻ, തിരുവനന്തപുരം മംഗലപുരം സക്കീർ മൻസിലൽ റാഫി, അമ്പലപ്പുഴ വടക്ക് വില്ലേജിൽ വണ്ടാനം പുതുവൽ വീട്ടിൽ ഷാജഹാൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. സംഭവത്തിൽ കലാപാഹ്വാനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. ആലപ്പുഴ സൗത്ത് സ്റ്റേഷനിൽ 4, പുന്നപ്ര സ്റ്റേഷനിൽ 1 കേസും രജിസ്റ്റർ ചെയ്തു. കേസുകൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെയും നിയോഗിച്ചു. ഏതായാലും നമുക്കറിയാം, ദൗർഭാഗ്യകരമായ സംഭവമാണ് ഏതു കൊലപാതകങ്ങളും. ഇത്തരം കൊലപാതകങ്ങളായിരുന്നു കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പലപ്പോഴും നടന്നിരുന്നത്. രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഒരു വിധി വരുമ്പോൾ അതേ സമയത്ത് തന്നെ ഉണ്ടായ മറ്റൊരു കൊലപാതക കേസ് ചൂണ്ടിക്കാട്ടി ഇതേ വിധി തന്നെ മറ്റേ കേസിലും ആ വിധി തന്നെ നൽകണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് നിരവധി പേർ കോടതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടും കോടതി നടപടികളെ കുറ്റപ്പെടുത്തിക്കൊണ്ടും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വലിയ രീതിയിലുള്ള സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ വധക്കേസിൽ വളരെ കൃത്യമായ തരത്തിൽ ഈ 15 പേർക്കും വധശിക്ഷ വിധിച്ചത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ പലരും പലതരത്തിലുള്ള പോസ്റ്റുകൾ, അതിൽ വിദ്യാഭ്യാസമുള്ളവരടക്കമുള്ളവരുണ്ട്. നമുക്കറിയാം ഇത്തരം വിഷയമുണ്ടാകും വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണ്. നമ്മുടെ ഒരു വാക്ക് പോലും, നമ്മൾ പറയുന്ന ഒരു ചെറിയ വാക്കുകൾ പോലും സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു വലിയ ജനക്കൂട്ടം പുറത്തുണ്ട്. അവരുടെ വികാര വിക്ഷോഭങ്ങളെ മുതലെടുക്കുന്ന രീതിയിൽ ചിലർ, അവർക്ക് രാഷ്ട്രീയപരമായ താല്പര്യങ്ങളുണ്ടാവും. അത്തരത്തിലുള്ള താല്പര്യങ്ങളെ മുതലെടുക്കുന്ന രീതിയിൽ പലതരത്തിലുള്ള പരാമർശങ്ങളും സോഷ്യൽ മീഡിയയിൽ അടക്കം കണ്ടു. നമുക്കറിയാം, സാധാരണഗതിയിൽ കേസുകൾ കോടതിയിലെത്തുമ്പോൾ കോടതികൾക്ക് മുന്നിലെത്തുന്ന തെളിവുകളാണ് പരമപ്രധാനം. പോലീസ് കേസെടുക്കുമ്പോൾ കിട്ടുന്ന കൃത്യമായ തെളിവുകൾ, ആ കൃത്യമായ തെളിവുകൾ ലഭ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ അത് കൃത്യമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടുണ്ട്. പ്രോസിക്യൂഷന് അത്തരത്തിലൊരു കേസ് കോടതിക്ക് മുന്നിലെത്തിക്കാൻ കഴിഞ്ഞതുകൊണ്ട് തന്നെയാണ് ആ കേസിൽ 15 പേർക്കും വധശിക്ഷ ലഭ്യമായത്. അതിൽ വളരെ കൃത്യമായി തന്നെ 3-ാം പ്രതിയുടെ ഭാര്യയുടെ ഫോണാണെന്ന് പറയുന്നു. ആ 3-ാം പ്രതിയുടെ ഫോൺ, പിടിച്ചെടുത്ത ഫോണിൽ നിന്നും ഹിറ്റ് ലിസ്റ്റ് അടക്കമുള്ളവ വളരെ കൃത്യമായി തന്നെ, അതിന് 1-ാം പേരുകാരൻ രഞ്ജിത്ത് ശ്രീനിവാസനായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ വളരെ വലിയ തരത്തിലുള്ള ഒരു പ്രിപ്പറേഷൻ, അതായത് ഒരു ഗൂഢാലോചന നടത്തിക്കൊണ്ടാണ് ഈ കേസിൽ വളരെ കൃത്യമായി തന്നെ നിലപാടെടുത്തുകൊണ്ട് വളരെ വലിയൊരു ഗൂഢാലോചനയാണ് ഈ കേസിന്റെ പിന്നാമ്പുറങ്ങളിൽ നടന്നതെന്ന് കോടതിക്ക് ബോധ്യം വന്നിട്ടുണ്ട്. അതിൽ 9 പേർ കൃത്യത്തിൽ പങ്കെടുക്കുകയും 3 പേർ അവർക്ക് സുരക്ഷ ഒരുക്കിക്കൊണ്ട് നിൽക്കുകയും മറ്റു 3 പേർ ആയുധങ്ങളുമായി വേണ്ട ആയുധങ്ങൾ സപ്ലൈ ചെയ്തുകൊണ്ട് നിൽക്കുകയും പഴുതടച്ചുള്ള അവരുടെ മിഷൻ അവർ പഴുതടച്ചുകൊണ്ട് തന്നെ തീർക്കുകയും ചെയ്തു. ഇത് വളരെ കൃത്യമായി കോടതിക്ക് മുന്നിലെത്തിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. പല കേസുകളിലും നമുക്കറിയാം, പ്രോസിക്യൂഷന് കൃത്യമായ രീതിയിൽ തെളിവുകൾ കോടതിയിൽ കൊണ്ടുചെന്ന് എത്തിക്കാൻ കഴിയാത്തത് കൊണ്ട് പല കേസുകളും ചിലപ്പോൾ വിട്ടുപോയേക്കാം. അത്തരത്തിൽ ഏതെങ്കിലും ഒരു കേസിന്റെ വിധി അങ്ങനെ വന്നു, അതുകൊണ്ട് എല്ലാ കൊലപാതക കേസുകളിലും ഇത് തന്നെയാവണം വിധി, അല്ലെങ്കിൽ കോടതി സ്വാധീനിക്കപ്പെട്ടതാണ് എന്ന് പറയുന്നതിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. നമുക്കറിയാം, അത്തരത്തിലൊരു പരാമർശം പോലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഷാനിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു പരാമർശം പോലും വലിയ രീതിയിലുള്ള മതസ്പർദ്ധയും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളും വലിയ രീതിയിലുള്ള കലാപവും ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് അറിയാത്തവരല്ല കേരളത്തിലെ ജനങ്ങൾ. വലിയ വിദ്യാഭ്യാസവും സംസ്കാരവും ഉണ്ടെന്നും മറ്റേത് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസവും വിവരവും ഉണ്ടെന്ന് നടിക്കുന്ന കേരളീയർ കാണിക്കുന്ന ഇത്തരത്തിലുള്ള നെറുകേടിനെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. സാധാരണ മനുഷ്യനെ സ്നേഹിക്കുന്ന, രാഷ്ട്രീയത്തിനപ്പുറം മനുഷ്യനെ സ്നേഹിക്കുന്ന ആർക്കും അത് സഹിക്കാൻ കഴിയുന്നതല്ല. അത്തരത്തിലുള്ള പരാമർശം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ വ്യാപകമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇത്തരത്തിൽ ഒരു മാതൃകാപരമായ നടപടി കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. ഇത്തരക്കാരെ ശിക്ഷിക്കുന്ന രീതി തന്നെ എടുക്കണം. എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകൂ. രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ആയിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ ചില പരാമർശങ്ങൾ നടത്തുന്നത്. അത് പക്ഷേ വലിയ കലാപത്തിലേക്ക് തന്നെ നമ്മളെ കൊണ്ടെത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അത്തരത്തിലൊരു പരാമർശമാണ് ഈ രഞ്ജിത്ത് ശ്രീനിവാസന്റെ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട 15 പേരെ ശിക്ഷിച്ചപ്പോൾ ഷാനിന്റെ കൊലപാതകത്തിലും ഇതുപോലെ തന്നെ ശിക്ഷ കൊടുക്കണം എന്ന് ആവശ്യപ്പെടുന്നതിന്റെ പിന്നിലും യഥാർത്ഥത്തിൽ അതൊരു ആത്മാർത്ഥമായ ശ്രമമല്ല, മറിച്ച് ഒരു കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.